പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസഭയ്ക്ക് എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങിലൂടെ ഇതിൽ പങ്കെടുക്കുന്നവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് വായിക്കേണ്ട തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. 2 തിമോത്തി 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ദൈവത്തിന് സ്തോത്രം. തിരിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ പാടിയ പാട്ടിലുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും. നമ്മൾ പാടിയില്ലേ ശ്രീലക്ഷ്മി പാടിയപ്പോൾ ഒപ്പം നമ്മൾ പാടിയില്ലേ? അതിലുണ്ട് നമ്മുടെ ആത്മാർത്ഥമായ എല്ലാ പ്രാർത്ഥനകളും. അതിന് കർത്താവ് നമുക്ക് മറുപടി നൽകട്ടെ. സ്തോത്രം. ഇവിടെ പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ 19-ാം വാക്യമാണല്ലോ വായിച്ചത്. അതിൽ എങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഞാൻ കർത്താവിനോട് എന്താണ് കർത്താവ് അടിസ്ഥാനം എന്ന് ചോദിച്ചപ്പോൾ ഞാനത്ര സർവജ്ഞാനിയൊന്നല്ല. എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ചെറിയ ആലോചന പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ വലിയ പ്രമാണിയൊന്നല്ല, നിങ്ങളെപ്പോലെ തന്നെ ബലഹീനനായ ഒരു സാധാ മനുഷ്യനാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. സ്തോത്രം. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ തന്നെ ഉയർത്തുകയില്ല, താഴ്ത്തുകയുള്ളൂ. അങ്ങനെയാണ് ദൈവമായ കർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ള. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവം സ്ഥാപിച്ച അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം എങ്കിലും എന്ന് പറയാനുള്ള കാരണം എന്താ? അതിൻ്റെ ഒരു വാക്യം കയറി വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് 18-ാമത്തെ വാക്യം വായിച്ചാൽ ഹ്യൂമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഹ്യൂമനയോസ്, ഫിലേത്തോസ് എന്ന ക്രിസ്തീയ പ്രവർത്തകർ അവർ സത്യം വിട്ട് തെറ്റി. ഏത് സത്യത്തിൽ നിന്നാണ് അവർ തെറ്റിയത്? ദൈവം സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റി. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാം, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തും ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു, ഹ്യൂമനയോസും ഫിലേത്തോസും. അപ്പോൾ എന്താണ് അടിസ്ഥാനം? അവർ എന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞത്? പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം സ്ഥാപിച്ചത് നാം സ്വായത്തമാക്കി എന്ന് പറയുന്നെങ്കിലും ദൈവത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമുക്ക് ആ വിശ്വാസം ലഭിച്ചിരിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ വിശ്വാസം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായതല്ല. വിശ്വാസം അത് ദൈവം നമുക്ക് തന്നതാണ്. കാരണം പലരും, നമ്മൾ മാത്രമല്ല, മറ്റു പലരും, ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരടക്കം മറ്റു പലരും ഈ സത്യസുവിശേഷം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ അത് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ഹൃദയത്തിൽ നെഞ്ചേറ്റുവാനും ദൈവം നമുക്കാണ് ഭാഗ്യം നൽകിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറയുന്നത്, കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അപ്പൊ വിശ്വാസമാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നത്. വിശ്വാസം. അപ്പൊ ഈ വിശ്വാസം മറിഞ്ഞുപോയാൽ, അതായത് പുനരുദ്ധാനം കഴിഞ്ഞു, പുനരുദ്ധാനമാണ് നമ്മുടെ ലക്ഷ്യം. പുനരുദ്ധാനമാണ് നമ്മുടെ ലക്ഷ്യം. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. ഒന്നുകൂടി കയറി പറഞ്ഞാൽ ജീവനോടിരിക്കുന്ന നമ്മുടെ രൂപാന്തരം. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ലാസർ തിരിച്ചു കൊണ്ടുവന്നു. അതായത് കല്ലറയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ലാസർ അത് തേജസ്കരിക്കപ്പെട്ട ശരീരമല്ല ലാസറിന് ലഭിച്ചത്.
ദ്രവത്വമുള്ളൊരു ശരീരം, അക്ഷയമായ ശരീരം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ഉള്ള മരിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തോടെയും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക് മാറുമ്പോഴാണ് അക്ഷയമായ ശരീരം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്നിരുന്ന ചിലര് പുനരുദ്ധാനം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അവരെ നിരാശയിലേക്കും, പിന്നെ എന്തിനാണ് ഈ വക പങ്കപ്പാടുകളൊക്കെ സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്ദനകളും അപമാനങ്ങളും ഒക്കെ സഹിക്കുന്നത് എന്നോർത്ത് അവര് ഈ ലോക മോഹങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ കർത്താവിനുള്ളതല്ല, കർത്താവിനുള്ളതായിരുന്നെങ്കിൽ ഞാൻ എടുക്കപ്പെട്ടേനെ. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ നിരാശ വരും, ഞാൻ എൻ്റെ ഈ ലോക ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. ആണ് വിശ്വാസം മറിച്ചു കളയുക എന്ന് പറയുന്നത്. ഏത് വിശ്വാസത്തിൽ നിലനിന്നുവോ ആ വിശ്വാസം എന്ന അടിസ്ഥാനം മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഏത് ജീവിത രീതിയിലേക്ക് ഒരു പക്ഷേ നീങ്ങിയേക്കാം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടുകൂടെ 3.5 വർഷം അവരോടുകൂടെ ദൈവത്തിന്റെ പരസ്യ ശുശ്രൂഷയിലായിരുന്നു. എന്നാൽ തന്നിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, തന്നെ വലിയവനായിട്ട് കണ്ടിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ യേശു ക്രിസ്തു റോമാക്കാരാൽ പിടിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ വിശ്വാസവും ധൈര്യവും പ്രത്യാശയൊക്കെ പോയി. അവർ നിരാശരായി. തങ്ങളോടൊപ്പം വളരെ ശക്തനായി ഉണ്ടായിരുന്ന ഗുരു പിടിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷെ ഇവർക്ക് ഈ നഷ്ടപ്പെട്ട നിരാശയും ധൈര്യവും പ്രത്യാശയും നൽകിയത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടു കൂടിയിട്ടാണ്. പുനരുദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട് കൊന്ന് കല്ലറയിൽ അടയ്ക്കപ്പെട്ട യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തിനല്ല വിജയം, വിജയം ജീവനാണെന്ന് തെളിയിച്ചു. മരണത്തിലല്ല മനുഷ്യന്റെ മേൽ അധികാരം, ജീവനാണ് അതിനേക്കാൾ വലിയ അധികാരമെന്ന് തെളിയിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളു എവിടെ? മരണത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഒരു ധൈര്യവും പ്രത്യാശയും ആർക്ക് ലഭിച്ചു? ശിഷ്യന്മാർക്ക്, കർത്താവിനെ കണ്ട ശിഷ്യന്മാർക്ക് ലഭിച്ചു. ഈ ഒരു ധൈര്യത്താലും പ്രത്യാശയാലുമാണ് തുടർന്നുള്ളവരുടെ ജീവിതം അവർക്ക് ക്രിസ്തുവിനോടൊപ്പമായിരിക്കും പണ്ടക്കൊണം സഹായിച്ചു. ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 രാവും പകലും 40 ദിവസങ്ങളോളം അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ക്രിസ്തു നമ്മുടെ കൂടെയില്ല, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തുവിന് എന്നെ വേണ്ട, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല, മരിച്ചവരിൽ നിന്നൊരു പുനരുദ്ധാനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ എനിക്ക് രക്ഷ ലഭിക്കില്ല എന്നുള്ള ആ നിരാശ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലേക്ക് പലരും വീണു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എങ്ങനെ ചിന്തിക്കുക? ഇതൊന്നും നടന്നിട്ടില്ല, പുനരുദ്ധാനം നടന്നിട്ടില്ല, കർത്താവിന്റെ 2-ാം വരവും നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ വെറും എന്താ പറയാ, മനുഷ്യന്റെ നല്ല നടപ്പിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ, ആശയങ്ങളല്ലേ? എല്ലാ മതത്തിലും ഉണ്ടല്ലോ അങ്ങനെ ദൈവിക ഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെ ഒരു ഗ്രന്ഥമാണ് മനുഷ്യന്റെ നല്ല നടപ്പിന് വേണ്ടി ഈ ഭൂമിയിലെ സൽസ്വഭാവികളായി മനുഷ്യർ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു വേദോപദേശം എന്ന രീതിയിൽ മനുഷ്യനെ നന്നാക്കാനുള്ള ഒരു സംഗതിയാണ്. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളാകാം, ദുഃഖങ്ങളാകാം, അല്ലെങ്കിൽ ഒരിക്കലും തീരാത്ത നമ്മുടെ പ്രശ്നങ്ങളാകാം അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ വിശ്വാസം മറിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവങ്ങളിലേക്കും മടങ്ങിപ്പോകും, ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കും മടങ്ങിപ്പോകും, നമ്മുടെ ബന്ധുമിത്രാദികളിലേക്കും ഏതിൽ നിന്ന് വിട്ടുവോ ആ വിട്ടതിലേക്കൊക്കെ ഇന്നപ്പോൾ നമ്മൾ മടങ്ങി പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം സ്ഥാപിച്ചതാണ് തൻ്റെ സഭ. ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചതാണ് തൻ്റെ സഭ. സഭ ഏതിലാണ് സ്ഥാപിക്കപ്പെട്ടത്? പത്രോസിനോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ബർയോനാ ശിമോനെ,
ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്ര. ആരാണ് ക്രിസ്തു? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. പത്രോസ് ധരിച്ചു എന്തുണ്ടാവില്ല? ക്രിസ്തുവിന് മരണം ഉണ്ടാവില്ല എന്ന് പത്രോസ് വിചാരിച്ചു. അപ്പോ കർത്താവ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ? അന്നു മുതൽ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. നാം ജെറുസലേമിലേക്ക് പോകും, അവിടെ വെച്ച് മൂപ്പന്മാരാലും ശാസ്ത്രിമാരാലും പുരോഹിതന്മാരാലും പിടിക്കപ്പെട്ട് മനുഷ്യപുത്രനെ അവർ കൊല്ലും, എന്നാൽ താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അന്നു മുതൽ യേശു പറഞ്ഞു തുടങ്ങി. യേശു പറഞ്ഞതിന് മുമ്പ് പറഞ്ഞെന്താണ്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാളം ആർക്കുള്ളതാ? പാതാളം മരിച്ചവർക്കുള്ളതാ. പാതാളം മരിച്ചവർക്കുള്ളതാണ് പാതാളം. ആ പാതാള ഗോപുരങ്ങൾ എന്തിനെ ജയിക്കില്ല? ഹലോ, ഈ പാതാള ഗോപുരങ്ങൾ എന്തിനെ ജയിക്കില്ല? തന്റെ സഭയെ ജയിക്കില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ആരൊക്കെ പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശുദ്ധരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞാലും ദൈവം സ്ഥാപിച്ച അടിസ്ഥാനം ഈ ഭൂമിയിൽ നിലനിർത്തുന്നിടത്തോളം കാലം അവൻ വരുന്ന നാളിൽ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം സംഭവിക്കും. ജീവനോടിരിക്കുന്നവർ, അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ രൂപാന്തരപ്പെട്ട് അവനോട് കൂടെ ചേരും. സ്തോത്രം. വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ഈ വിശ്വാസത്തിന്റെ പുറകിൽ ഒരു അടിസ്ഥാനമുണ്ട്. സഭ സ്ഥാപിക്കപ്പെട്ടത് ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരാലും എന്നിവ ഓരോരുത്തരെയും ഇങ്ങനെ പണിത് ദൈവത്തിന്റെ ഒരു മന്ദിരം എന്ന രീതിയിലാണ് ദൈവത്തിന്റെ സഭയെ പണിതിട്ടുള്ളത്. ദൈവത്തിന്റെ ഒരു മന്ദിരം എന്ന രീതിയിലാണ്. എന്നാൽ വിശ്വാസത്തിന് ഒരു മൂലക്കല്ലുണ്ട്. അതെന്താ? വിശ്വാസത്തിന്റെ മൂലക്കല്ലാണ് പുനരുത്ഥാനം എന്നത്. ഈ പുനരുദ്ധാനം എന്നൊരു സംഗതി നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ, നാം ഈ ലോകത്തിന്റെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിലെ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരാണ്. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം ഇല്ലെങ്കിൽ എങ്ങനെ വേണം ജീവിക്കാലോ? പൗലോസ് പറയുന്നില്ലേ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ, എടുത്താട്ടെ. മുപ്പത്തിരണ്ടാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ, അതായത് ക്രിസ്ത്യാനികൾക്കൊരു പുനരുദ്ധാനമില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ. പിന്നെ നമുക്ക് മരണശേഷം ഒരു ജീവിതമില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അടിച്ചു പൊളിച്ചൂടെ? മരണശേഷം ഒരു ജീവിതവും ന്യായവിധിയും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ അടിച്ചു പൊളിച്ചൂടെ? നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ അടിച്ചു പൊളിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ തന്നിഷ്ടക്കാരായി ഈ ഭൂമിയിൽ ജീവിക്കാത്തത്? നമുക്ക് മരണശേഷം ഒരു പുനരുദ്ധാനമുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ട നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പൊ അതുകൊണ്ടാ അല്ലേ നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതും അതുകൊണ്ടാ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. ഇതില്ലെങ്കിൽ ഒക്കെ പോയി. പതിനാറാം സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പ്രകാരം എഴുതി. 10-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങൾ 16:10.
നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ദാവീദ് ഒരിക്കൽ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവനൊരു ഉറപ്പ് കിട്ടി. അതവൻ ഏറ്റു പറയുക, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. പാതാളമാരുടേതാണ്? മരിച്ചവരുടെ. പാതാളം എന്നത് മരിച്ചവരുടെ സ്ഥലം, മരിച്ച വിശുദ്ധരുടെ സ്ഥലമല്ല. തെറ്റിദ്ധരിക്കരുത്. മനുഷ്യന് മൊത്തത്തിലെടുത്ത് പറഞ്ഞാൽ ഇതാണ്, മരിച്ച വിശുദ്ധരുടെ സ്ഥലമല്ല പാതാളം, മരിക്കുന്ന മറ്റു മനുഷ്യരുടേതാണ് പാതാളം. നമുക്കൊരു വിശ്രമ സ്ഥലമുണ്ട്, അത് പാതാളത്തിലല്ല. കാരണം അബ്രഹാമിൻ്റെ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥലവും പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ധനവാന്റെ സ്ഥലവും ലാസറിന്റെ സ്ഥലവും വെവ്വേറെ സ്ഥലങ്ങളാണ്. അതിലൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ഞാൻ മരണത്തിനുള്ളവനല്ല, ഞാൻ ജീവനുള്ളവന് വേണ്ടിയാണ്. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ സ്വന്തമാണ്. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് ലഭിച്ച് അവർ ക്രിസ്തുയേശുവിന്റെ സാക്ഷികളായപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാത്തത് കൊണ്ട്. ദാവീദ് ദ്രവത്വം കണ്ടോ? ദാവീദ് ദ്രവത്വം കണ്ടു. അവന്റെ ശരീരം ദ്രവിച്ചു വേണ്ടല്ലോ, അവ ഉയർത്തെഴുന്നിട്ടിട്ടില്ലല്ലോ. പക്ഷെ ക്രിസ്തുയേശുവിന്റെ ശരീരം ഒരു പുഴുവരിക്കാൻ പോലും ദൈവം സമ്മതിച്ചില്ല. അവൻ മരിച്ച് കല്ലറയിൽ എണ്ണ വഴി നേരിട്ടു. സ്തോത്രം. താൻ ക്ഷയമുള്ള മനുഷ്യനല്ല, അക്ഷയമുള്ള ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ കാണിച്ചു കൊടുത്തു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞു പോകുന്ന മധ്യ കർത്താവ് പ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ് മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പൊ ജീവനെ കൊടുക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൾ വിശ്വാസത്തിന്റെ മൂലക്കല്ല് പുനരുദ്ധാനമാണ് എന്ന് പറയുവാൻ കാരണം മറ്റൊരു കാരണം കൂടിയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതായത് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു കർത്താവ്. ആ കർത്താവ് പറയാ, നിങ്ങൾ അസ്വസ്ഥരാകണ്ട, നിങ്ങളെ വിഷമിക്കേണ്ട, റോമക്കാരാലും ദുഷ്ടന്മാരാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കാൻ പോവുക. നിത്യജീവന്റെ പ്രത്യാശ കൊടുത്ത കർത്താവ്, തന്റെ അടുക്കൽ ഒരു നിത്യരക്ഷയുണ്ടെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തിയ കർത്താവ്. അതെ, അവൻ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയിലും ശമരിയിൽ എല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളവും പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ആരുടെ സാക്ഷികളാണ്? യേശുവിന്റെ സാക്ഷികൾ. യേശു എപ്രകാരമുള്ളവനാ? പുനരുദ്ധാനം ചെയ്ത കർത്താവാ. അത് മനസ്സിലാക്കണം. പുനരുദ്ധാനം ചെയ്തവനാണ് കർത്താവ്. ആ കർത്താവ് ശക്തിക്കായി കാത്തിരിക്കാൻ പറയുന്നത്. പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ സാക്ഷികളാണ്. പൗലോസ് പറഞ്ഞില്ലേ,
എൻ്റെ സുവിശേഷം എന്താണ്? എൻ്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. പല മഹാന്മാരും പല നന്മകളും ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. പല മഹാന്മാരും ജീവിച്ച് ഈ ഭൂമിയിൽ നന്മ ചെയ്ത് മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പേരുകളിൽ സഭയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ വീരപ്പൻ മരിച്ചിട്ട് വീരപ്പന് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ജീവിച്ചിരിക്കുന്ന പലർക്കും ജീവിച്ചവർ പോട്ടെ, വീരപ്പൻ മരിച്ചതാണല്ലോ. മരിച്ചതിന് ശേഷം വീരപ്പന് ഒരു അമ്പലം പണിതിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ എത്ര നല്ലവനായിരുന്നാലും അവരുടെ പേര് ട്രസ്റ്റോ മറ്റു സംഘടനകളോ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും നിലനിൽപ്പുള്ളതല്ല. നിലനിൽപ്പ് ഉറപ്പുള്ള അടിസ്ഥാനമായി നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊരു പുനരുദ്ധാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവർക്ക് ദൈവം ഒരു അടിസ്ഥാനം നൽകിയിട്ടുണ്ട്. എന്താണ്? ഞാൻ ഇന്ന് മരിച്ചാലും അവന്റെ വരവെങ്കിൽ ഞാൻ ഉയർക്കും. ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്ക് ലഭിക്കും. ഇന്ന് ഞാൻ കഷ്ടത അനുഭവിച്ചാലും ദുഃഖം അനുഭവിച്ചാലും രോഗം അനുഭവിച്ചാലും അഥവാ രോഗത്താൽ ഞാൻ നശിച്ചാൽ തന്നെയും എൻ്റെ മരണശേഷം ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എനിക്കൊരു പുനരുദ്ധാനമുണ്ട്. ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം ഇന്ന് ലഭിക്കും. സ്തോത്രം. ഇത് പോയി കഴിഞ്ഞാൽ ഇതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സകലവും പോയി. ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഈ ചിന്തയില്ലാതെ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇതൊക്കെ കൂടെ കൂടെ ചിന്തിക്കാണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും പാപത്തിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രാണനെ പാതാളത്തിൽ വിടാത്തവരായ കർത്താവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതാണ് അടിസ്ഥാനം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം, മൂലക്കല്ല് എന്ന് പറയുന്നത് അത് മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനമാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഇന്ന് എന്ന ദിവസം ഈ ഭൂമിയിൽ രണ്ടാം വരവ് വരികയാണെങ്കിൽ അവന് വേണ്ടി കാത്തിരുന്ന് വാഗ്ദത്തം നടത്തി പ്രാപിക്കാതെ മരിച്ചവർ അവർ ജീവനോടെ ഉയർത്തെഴുന്നേൽക്കും. ജീവൻ വെച്ച് ഉയർത്തെഴുന്നേൽക്കും. രണ്ട്, ജീവനോടെ ഇരിക്കുന്നവർക്ക് അക്ഷയരായി രൂപാന്തരപ്പെടുവാൻ തക്കണം സഹായിക്കും. ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ അടിസ്ഥാനം. പക്ഷെ ഈ അടിസ്ഥാനത്തിന്മേൽ വ്യവസ്ഥകൾ എഴുതി വെച്ചത് കണ്ടു. വ്യവസ്ഥകൾ എന്ത് വ്യവസ്ഥകളാണ് എഴുതി വെച്ചത്? തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരാം. തിമോത്തിയോസിന്റെ ലേഖനത്തില് 19-ാം അധ്യായത്തിലേക്ക് വരാം. 19-ാം വാക്യം, 2-ാം അധ്യായം 19-ാം വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. രണ്ട് വ്യവസ്ഥകൾ ആ മുദ്രമേൽ, ആ അടിസ്ഥാനത്തിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട്. പുനരുദ്ധാനം എന്ന അടിസ്ഥാനത്തിന്മേൽ രണ്ട് വ്യവസ്ഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. രണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ സകല അനീതിയിൽ നിന്നും അകന്നുകൊള്ളട്ടെ. ഈ രണ്ട് വ്യവസ്ഥകൾ ഈ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന അടിസ്ഥാനത്തിന്മേൽ, സഭയുടെ ഉൽപ്രാപണം എന്ന അടിസ്ഥാനത്തിന്മേൽ എഴുതി വെച്ചിട്ടുള്ള ഈ രണ്ട് വ്യവസ്ഥകൾ നമ്മൾ മറക്കരുത്. ദൈവമായ കർത്താവ് സ്ഥാപിച്ചപ്പോൾ ചിലയിടത്തൊക്കെ ഗവൺമെന്റ് ചില കുറ്റികളൊക്കെ സ്ഥാപിക്കും, ഇല്ലേ? ഇപ്പൊ കേരളിന് കുറ്റി സ്ഥാപിച്ചു, അത് അവരുടെ അഡ്രസ് ഉണ്ടാവും. കേരളിന്റെ അഡ്രസ് ഉണ്ടാവും. ഇപ്പൊ സർവേ കല്ല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ അടയാളം ഉണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ പ്രൈവറ്റ് കമ്പനികൾ, ഇപ്പോൾ ജിയോ, അവര് കേബിൾ കുഴിക്കുമ്പോൾ അവരുടെ ഓരോ പോയിന്റിലും അവരുടെ അഡ്രസ് ഉണ്ടാവും. അതിനൊക്കെ വ്യവസ്ഥ അവർക്കുള്ളതാ. അതുപോലെ തന്നെ ദൈവം സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ ഒരു അടയാളമുണ്ട്. എന്താണെന്നോ? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. പൗലോസിന് അറിയാം. പൗലോസ് സംഖ്യാപുസ്തകം ചിന്തിച്ചിട്ടുണ്ടാകാം. സംഖ്യാപുസ്തകം കോരഹ്, ദാദാം, അബിരാം എന്നിവർ 250 പേരോടുകൂടി മോശയോടും അഹരോനോടും എതിർത്ത് നിന്നൊരു സാഹചര്യം സംഖ്യാപുസ്തകത്തിൽ 16-ാം അധ്യായത്തിലുണ്ട്.
അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ മാത്രമാണോ? സഭ മുഴുവൻ ഒന്നൊഴിയാതെ വിശുദ്ധരാകുന്നു. ആരെയും അകറ്റി നിർത്തേണ്ടതില്ല, ആരെയും മാറ്റി നിർത്തേണ്ടതില്ല, എല്ലാവരും വിശുദ്ധരാണ് എന്ന് പറഞ്ഞു. മോശയോടും അഹരോനോടും വന്ന് കോരഹ് ദാദൻ അബീര എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. പതിനാറാം അധ്യായം 5-ാമത്തെ വാക്യം. സംഖ്യ 16-ന്റെ-5. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ഇവിടെ എന്താണ് മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു? മോശ കവിണ് വീണു ദൈവത്തോട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോശയ്ക്ക് കവിണ് വീഴാൻ ഒരു സന്നിധി ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോഴും മോശയ്ക്കും അഹരോനൊക്കെ വിരുദ്ധമായി സംസാരിച്ചപ്പോഴും മോശയ്ക്ക് കമന്നു വീഴുവാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് തന്നോട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് അധികാരം കൊടുത്ത യഹോവയായ കർത്താവിന്റെ സന്നിധിയായിരുന്നത്. ഇവർ പറഞ്ഞതിന് പ്രകാരം അത് കേട്ടപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിൽ നിന്ന് മറുപടിയാണ്. അവൻ, അതായത് മോശ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ, അതായത് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ യോഗ്യരായിട്ടുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. ആരെന്നും കാണിക്കും. ആര് കാണിക്കും? മോശ കാണിക്കുവോ? യഹോവ. മോശയല്ലേ കാണിക്കണേ? മോശയെയും ഇസ്രായേൽ ജനത്തെയും തിരഞ്ഞെടുത്തവനായ കർത്താവാണ് കാണിക്കാൻ പോകുന്നത്. കാണിച്ചു കൊടുത്തോ? കോരഹ് ദാദാം അബീരാം എന്നിവരുടെ അവരെ സകല വാസസ്ഥലങ്ങളോടും കൂടി യഹോവ നശിപ്പിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, കർത്താവിനുള്ളവരാണെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവം ഒരു അടയാളം കൊടുത്തു. സ്തോത്രം. 15-ാം സങ്കീർത്തനത്തിലും 23-ാം സങ്കീർത്തനത്തിലും 23-ാം സങ്കീർത്തനം 24-ാം സങ്കീർത്തനത്തിലും ഒക്കെ യഹോവേ വിശുദ്ധ കൂടാരത്തിൽ ആർ വസിക്കും, നിന്റെ വിശുദ്ധ ഗിരിയിൽ ആർ വസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗീതം. അതിപ്പോ വായിക്കണം എന്നില്ല, കുറെ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 15-ാം സങ്കീർത്തനത്തിലും 24-ാം സങ്കീർത്തനത്തിലും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും വഷളനെ നിന്ദിനേണ്ടുകയും യഹോഭക്തന്മാരെ മാനിക്കുകയും ചെയ്യുന്നു എന്ന് കുറെ വ്യവസ്ഥകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിലുണ്ട് വ്യവസ്ഥ. ദൈവം പഴയ നിയമസഭയ്ക്കും വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മോശയിലൂടെ കൊടുത്ത വ്യവസ്ഥകൾ അത് മനോഹരമായി സങ്കീർത്തനത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ആര്? ദാവീദ്. 24-ാം സങ്കീർത്തനത്തിലും 15-ാം സങ്കീർത്തനത്തിലും അതൊക്കെ വായിച്ചോളൂ, വീട്ടിൽ പോയിട്ട് വായിച്ചോളൂ കേട്ടോ. തന്നോട് അടുപ്പാൻ ആരെന്നും വിശുദ്ധൻ ആരെന്നും തൻ്റെ കൂടെ വസിക്കുവാൻ നിത്യജീവൻ അവകാശികളായി തീരുവാൻ ആരൊക്കെയാണെന്നുള്ള വ്യവസ്ഥകൾ അതിൽ കൊടുത്ത ശ്രദ്ധയോടെ വായിച്ചോളൂ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞത് ഈ അടിസ്ഥാനത്തിന്മേൽ 2 മുദ്രകളിൽ ഒന്ന് 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം. തനിക്കുള്ളവൻ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. കർത്താവിന്റെ നാമം, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. ഇപ്പൊ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും അതിന്റെ കണക്കും എടുക്കാൻ പറ്റുമോ? നമുക്ക് എടുക്കാൻ പറ്റുമോ? മനുഷ്യർക്ക് എടുക്കാൻ പറ്റുമോ? അതിന്റെ കണക്ക് എടുക്കോ? പറ്റുമോ? ഏത് മനുഷ്യനെ പറ്റുക? ദൈവത്തിനുള്ളവർ ആരെന്ന് ആരൊക്കെയാണെന്ന് ഒരു മനുഷ്യനും അതിന്റെ കണക്കെടുക്കാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ ദൈവത്തിന്റെ നാമം വിളിക്കുകയും ദൈവസഭയിൽ അംഗങ്ങൾ ഇത്ര പേര് എന്നൊക്കെ ഒരു കണക്ക് ആർക്ക് കൊടുക്കാം? മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യനെ അവതരിപ്പിക്കാം. ഇത്ര സഭയിൽ ഇത്ര കുടുംബങ്ങളുണ്ട്, ഇത്ര പ്രായപൂർത്തിയായവരുണ്ട്, ഇത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കണക്ക് ആർക്ക് കൊടുക്കാം? സഭയ്ക്ക് കൊടുക്കാൻ സാധിക്കും, മനുഷ്യന് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ദൈവത്തിനുള്ളവർ ആരെന്നും കർത്താവ് അതറിയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന ഒരു വ്യവസ്ഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉറപ്പുവരുത്തണം.
നമ്മൾ ഉറപ്പുവരുത്തണം, നാം കർത്താവിനുള്ളവരാണോ? നാം ക്രിസ്തുവേശുവിനുള്ളവരാണോ? ഞാൻ ഇങ്ങനെയൊക്കെ വളരെ വിശ്വാസത്തിലും വിശുദ്ധിയിലൊക്കെ മുന്നേറുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്താണ്? പുനരുദ്ധാനത്തിന്റെ നാളുകളിലേക്ക്, അല്ലെങ്കിൽ ആ സഭ എടുക്കപ്പെടുന്ന നാളിലേക്ക് ഞാൻ യോഗ്യനായി തീരുവാൻ ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വേണം. എന്നിട്ട് പറയാണ്, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ. ആ തർജ്ജമയെക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ, യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരിൽ നിന്ന് കർത്താവിനുള്ളവർ ആരെന്ന് കർത്താവ് അറിയുന്നു. പക്ഷേ കർത്താവിന്റെ നാമം ഉച്ചരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം, ഞാൻ കർത്താവിനുള്ളവനാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, തർജ്ജമകളൊക്കെ പരിശോധിച്ചോളൂ, ഇഷ്ടംപോലെ തർജ്ജമകൾ പരിശോധിച്ചോളൂ. ഞാൻ കർത്താവിനുള്ളവൻ എന്ന് അവകാശപ്പെടുന്നൊരവകാശം എനിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അനീതിയിൽ നിന്നും, സകല അനീതിയിൽ നിന്നും അകന്നു നിൽക്കട്ടെ, പാപത്തിൽ നിന്നും അകന്നു മാറട്ടെ. അപ്പോ ഏതെങ്കിലും ഒരു ഉറപ്പ് നമുക്ക് വേണം. എന്ത് വേണം? ഒന്ന്, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഞാൻ ദൈവത്തിനുള്ളവനാണെന്ന് ഞാൻ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അനീതിയിൽ നിന്നും, അതായത് പാപത്തിൽ നിന്നും അകന്നു മാറി ജീവിക്കട്ടെ. രണ്ടാമത്തെ വ്യവസ്ഥയാണത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ആദ്യം പറഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഒരു കാര്യം തന്നെ രണ്ട് സുവിശേഷത്തിൽ പറഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും എന്ത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. വാക്യം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റത് 7-ാം അധ്യായത്തിലാണ്, മത്തായി സുവിശേഷത്തിൽ. അവിടെ പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ കർത്താവിന്റെ നാമത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടുമോ? കർത്താവിന്റെ നാമത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ സകല അനീതിയിൽ മാറിന്നോളട്ടെ. ഞാൻ ദൈവത്തിനുള്ളവനാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്, കർത്താവിനെ അറിയുന്നു, ഞാൻ ദൈവത്തിനുള്ളവൻ, അല്ലെങ്കിൽ നാളെ കർത്താവെന്ന് ഞാനും എടുക്കപ്പെടും, സഭ എടുക്കപ്പെടുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, നാം അനീതിയിൽ നിന്നും അകന്നാണോ ജീവിക്കുന്നത്? രണ്ട് തത്വങ്ങളാണ്, അത് രണ്ട് മുദ്രകളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അടിസ്ഥാനത്തിന് മേൽ. ഒന്ന്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ സകല നീതിയിൽ നിന്നും അകന്നു കൊള്ളട്ടെ എന്നാകുന്നു. ഇപ്പൊ ദൈവരാജ്യം എന്ന ആൾക്കാർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല എന്ന രീതികൾ, ജീവിത രീതികളുള്ളവരൊക്കെയും അത് ലേഖനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക്, അതൊരു ഗൗരവമുള്ള പുസ്തകമാണ്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് കയറി അവിടെ വളരെ സ്പഷ്ടമായും വ്യക്തമായും ഇന്ന ആൾക്കാരൊക്കെ സ്വർഗത്തിലുണ്ടാകും, ഇന്ന ആൾക്കാർ ഉണ്ടാവില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആദ്യം എടുക്കേണ്ട 22-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. ഈ അനീതിയിൽ നിന്നകത്തോട്ട് എന്തൊക്കെയാണ് അനീതി എന്ന് അറിയണ്ടേ? അധർമ്മം, അനീതി, പാപം. വായിക്കേണ്ടത് 22-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്.
ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. എവിടുന്ന് പുറത്താകും? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകുന്നതിന് ഗോപുരങ്ങളിൽ കൂടി നിത്യജീവനിലേക്ക് കടക്കേണ്ടതിന്, നിത്യജീവനിലേക്ക് കടക്കേണ്ടതിന് എന്ത് ചെയ്യണം? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധി പ്രാപിക്കുന്നവർ, ജീവിതത്തിൽ വിശുദ്ധ ജീവിതം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കുന്നവർ. ഇപ്പൊ എന്നും ഒരാൾക്ക് വിശുദ്ധനായിരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുകൾ, ബലഹീനമായ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ അത് വെളുപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ അടുക്കൽ നാം ചെല്ലണം. കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനോട് പറയുക മാത്രമല്ല, നാം ആ തെറ്റിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായി. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ആ വിശുദ്ധി നിലനിർത്തി വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് വേണം നാം എന്ത് ചെയ്യാൻ? നാം മുന്നോട്ട് പോകാൻ. എവിടേക്ക് പോകാൻ? നമ്മുടെ യാത്ര എങ്ങടാ? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം നിത്യജീവൻ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ്? നിത്യജീവൻ. 1 യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. അത് കർത്താവ് നമുക്ക് വാഗ്ദത്തമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാവർക്കും തുല്യരായി നമുക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദത്തമാണ് എന്ത്? നിത്യജീവൻ. നിത്യജീവൻ. അത് എങ്ങനെയുള്ളവർക്കാ കൊടുക്കുക എന്ന് കേട്ടത്? അനീതിയിൽ നിന്ന് അകന്നിരിക്കുന്നവര്, ആത്മാർത്ഥതയോടെ കർത്താവിന്റെ നാമം വിളിച്ച് അനീതിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ കേട്ടു, ആരൊക്കെയാണ് കടക്കാത്തത്? നായ്ക്കളും നായ്ക്കള്. എന്തായി നായ്ക്കൾ എന്ന് പറഞ്ഞ അർത്ഥം? നായ്ക്കൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22. നായ്ക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. നായ്ക്കളെ കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില വചനങ്ങളാണ് വായിക്കുന്നത്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. പിന്മാറ്റക്കാരെ കുറിച്ച് പറയുന്നത്, പിന്മാറ്റക്കാരെ കുറിച്ച്. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടു കളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ. പിന്മാറ്റക്കാരെ കുറിച്ച് പറയുന്നത് നായ്ക്കളാണ്. ഈ നായ്ക്കളെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് 4 കാലുമ നടക്കുന്ന, നമ്മൾ തെരുവില് ആക്രമിക്കുന്നില്ലേ കുട്ടികളെ അടക്കം മുതിർന്നവരെയൊക്കെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്നില്ലേ? ആ നായ്ക്കളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പിന്മാറ്റക്കാരെ കുറിച്ചാ. ആ നായ്ക്കളെ കിടക്കില്ല എന്ന് പറയണത്. ഇത് മനുഷ്യർക്കുള്ളതാ, സ്വർഗജീവൻ നിത്യജീവനൊക്കെ, അല്ലാണ്ട് മൃഗങ്ങൾക്കുള്ളതല്ല. ആ പിന്മാറ്റക്കാരായ നായ്ക്കളോട് തുല്യമായവർ. നായ എന്താ ചെയ്യുന്നത്? അവർ ഛർദ്ദിച്ചത് പിന്നെയും തിന്നും. ഒരിക്കൽ ഉപേക്ഷിച്ച കാര്യത്തിലേക്ക് പിന്നെയും തിരിയും. ഒരിക്കൽ ഉപേക്ഷിച്ച കാര്യം പിന്നെയും തിരിയും. അത് വീണ്ടും സ്വീകരിക്കും ജീവിതത്തിൽ. ഒരു പാപം, അത് പാപമാണ്, തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞത് ഉപേക്ഷിച്ചു, അതൊക്കെ കഴിഞ്ഞു. പക്ഷേ വീണ്ടും അതിലേക്ക് ചെന്ന് തിരിയുന്ന പിന്മാറ്റക്കാരായ ചിലരെ കുറിച്ചാണ് പറയുന്നത് നായ്ക്കൾ എന്ന്. ഇന്ന്
വാസ്തവമായി പറഞ്ഞാൽ എനിക്കത് ഭയമൊന്നുമില്ല പറയാനായിട്ട്. കാരണം എന്നെ നിർത്തിയിരിക്കുന്നത് കർത്താവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുറത്തുള്ള പിന്മാറ്റക്കാരേക്കാൾ കൂടുതൽ ഇന്ന് സഭയ്ക്കുള്ളിലാണ് ഉള്ളത്. പുറത്തുള്ള പിന്മാറ്റക്കാരേക്കാൾ കൂടുതൽ ഇന്നുള്ളത് സഭയ്ക്കകത്താ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്. സഭയിൽ നിന്ന് വിശ്വാസത്തിൽ മാറിപ്പോയി വീണ്ടും വിശ്വാസത്തിൽ തിരികെ വന്ന് സഭയിൽ കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സഭയിൽ നിന്ന് ഏതോ ബലഹീന സാഹചര്യ നിമിത്തം വിശ്വാസത്തിൽ നിന്ന് പോയി തിരിച്ചു മാനസാന്തരപ്പെട്ട് ദൈവിക വിശുദ്ധിയോടുകൂടി വീണ്ടും ആരാധനയ്ക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തല്ല ഞാൻ പറയുന്നത്. ഇന്നും തങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് അവകാശപ്പെടുന്ന ചിലർ ദൈവസഭയ്ക്കുള്ളിലുണ്ട്. പിന്മാറ്റക്കാരായി അവർ ഇരിക്കുന്നത് ദൈവത്തിന്റെ സഭയിലാണ്. നായ്ക്കൾ എവിടെ കടക്കില്ല? നിത്യജീവനിലേക്ക് കടക്കില്ല. ഒരിക്കൽ ഛർദ്ദിച്ചത് പിന്നെയും തിന്നരുത്. ഒരിക്കൽ ഉപേക്ഷിച്ച കാര്യം പിന്നെയും ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യരുത്. അത് തെറ്റാണെന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഉപേക്ഷിച്ചത്. പിന്നെ അത് ശരിയാണെന്ന് പഠിക്കുന്ന രീതി നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഛർദ്ദിച്ചത് തിന്നരുത്. പിന്മാറ്റക്കാരാണ് നായ്ക്കൾ. ഈ പിന്മാറ്റക്കാരായവർ എവിടെ കടക്കില്ല? അവർ സഭയിലുണ്ടെങ്കിലും കർത്താവിനറിയാം തനിക്കുള്ളവർ ആരെന്ന്. കർത്താവിനറിയാം തനിക്കുള്ളവർ ആരെന്ന്. അവർ നിത്യതയിൽ കടക്കും. കാരണം അവർ കർത്താവിനുള്ളവനാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകല അനീതിയിൽ നിന്നും വിട്ടുമാറി വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇനി നായ്ക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന നായ്ക്കൾ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽ പെടുക എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. കേട്ടോ, ഈ നായ്ക്കൾ എന്ന കാറ്റഗറിയിൽ പെട്ടത് 1 പിന്മാറ്റക്കാർ, 2 ആകാത്ത വേലക്കാർ. ആരാണ് ആകാത്ത വേലക്കാര്? ദൈവത്തിൻ്റെതല്ലാത്ത ഉപദേശം പഠിപ്പിക്കുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെടാത്ത, ദൈവരാജ്യത്തിന് വിരുദ്ധമായി തങ്ങളുടെ ഉപദേശങ്ങളാൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കള്ള ദൈവത്തിന്റെ ദാസന്മാർ, അതായത് ആകാത്ത വേലക്കാർ നായ്ക്കൾക്ക് തുല്യരാണ്. എന്ത് കിട്ടിയാലും കണ്ടുണ്ടോ? നായ്ക്കള് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി കഴിഞ്ഞാൽ അവർ കടിച്ചെടുത്ത് കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകും? കടിച്ചെടുത്ത് കൊണ്ടുപോകും. ഒരു മീൻ വിൽപ്പനക്കാരെടുത്ത് പെട്ടെന്ന് നായ്ക്ക് മീനിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പോവും അവര്. അത് അവരുടെ സ്ഥലത്ത് പോയിട്ട് കടിച്ചു വയ്ക്കാനാണ്. അങ്ങനെ വിശ്വാസികളെ നശിപ്പിക്കുന്ന, തങ്ങളുടെ ദൈവത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളാൽ വിശ്വാസ ജീവിതത്തെ തകിടം മറിക്കുന്ന, വിശുദ്ധ ജീവിതത്തെ നശിപ്പിക്കുന്ന കള്ള ദൈവത്തിന്റെ ദാസന്മാർ, അവരെയും നായ്ക്കളോട് തുല്യരായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. 1 പിന്മാറ്റക്കാർ, 2 ആകാത്ത വേലക്കാർ, അതായത് ദൈവത്താൽ നിയോഗിക്കപ്പെടാത്ത, തന്നിഷ്ടപ്രകാരം ജനത്തെ നയിക്കുന്ന ദൈവത്തിന്റെ കള്ള ദാസന്മാർ. 2. ഇനി 22-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. സങ്കീർത്തനം 22:16. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തെ കുറിച്ചുള്ള പീഡാനുഭവത്തെ കുറിച്ചുള്ള കുറെ പ്രവചന ഭാഗങ്ങൾ ഒരു മിശിഹ സങ്കീർത്തനം 22-ാം സങ്കീർത്തനം മിശിഹ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം. ദുഷ്ടന്മാര് ആരായി? ദുഷ്ടന്മാര് നീതിമാനെ നശിപ്പിക്കുവാൻ കൂട്ടം കൂടുന്നവർ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിന് പകരം നീതിമാനെ കുറ്റം വിധിക്കുകയും ദുഷ്ടനെ നീതീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആരാണ്? നായ്ക്കൾ. യേശുക്രിസ്തു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെതിരെ കൂട്ടം കൂടി ക്രൂരമായ നടപടികൾ അവരെടുത്തത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ യേശുക്രിസ്തു? നന്മയല്ലേ ചെയ്തുള്ളൂ. പക്ഷെ എന്നിട്ടും അവൻ ദുഷ്ടന്മാരാൽ ആക്രമിക്കപ്പെട്ടു.
നായ്ക്കളെ പോലെ സ്വഭാവമുള്ളവർ ആക്രമിക്കപ്പെട്ടു. അപ്പൊ നായ്ക്കൾ എവിടെ കടക്കില്ല? സ്വർഗരാജ്യത്തിൽ സ്വർഗീയ ഗോപുരങ്ങൾ കൂടി കടക്കില്ല. പകരം അവർ ഇതിലൂടെ കടക്കും, നഗര കവാടങ്ങളിലൂടെ കടക്കും നായ്ക്കൾ. അപ്പൊ നായ്ക്കൾ ആരൊക്കെയാണ്? ഓർമ്മയിലിരിക്കണം കേട്ടോ. ഒന്ന്, പിന്മാറ്റത്തിലേക്ക് തിരിഞ്ഞു പോയി ജീവിക്കുന്നവർ. രണ്ട്, ദൈവത്താൽ നിയോഗിക്കപ്പെടാത്ത ദൈവത്തിന്റെ ദാസന്മാർ എന്ന് വിളിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ. മൂന്ന്, നീതിമാനെതിരെ തിരിഞ്ഞ് കൂട്ടമായി ആക്രമിക്കുന്ന ഒരു വിഭാഗം. ഇന്ന് കുട്ടികളൊക്കെ പോലെ നായ്ക്കള് ആക്രമിക്കുന്നില്ലേ? കുട്ടികൾ തെറ്റ് ചെയ്തിട്ടാണോ? അവറ്റയ്ക്ക് ആക്രമിക്കുന്നു തോന്നി വളഞ്ഞിട്ട് കൂട്ടം കൂടി ആക്രമിക്കാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചിലവരെങ്ങനെയാണ്, വല്ല പോസൊക്കെ കാണിക്കും. ഒറ്റയ്ക്ക് പോകുമ്പോൾ വഴക്കുമക്കാണത്തിനൊന്നും പോയില്ല. ഈ പൂരത്തിന്, പെരുന്നാളിന്, അല്ലെങ്കിൽ വല്ല ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? കൂടെ ആളുണ്ടെങ്കിൽ നെഞ്ഞി പിരിച്ച് നടക്കും. ഒറ്റയ്ക്ക് പോകുമ്പോൾ എതിരിടാൻ പേടിയാണ്. പക്ഷെ കൂടെ ആളുണ്ടെന്ന് അറിഞ്ഞാൽ ഒന്നുകൂടി ശൗര്യം കൂടും. എന്ത് ചെയ്യും? അപ്പൊ അതേപോലെയാണ് നായ്ക്കള്. അപ്പൊ ആ നായ്ക്കളെ പോലെ നാം ആവരുത്. ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെ പോലെ നാം ആകരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം അവരുടെ സ്ഥാനം നഗര കവാടത്തിനുള്ളിലാണ്, അതായത് നരകത്തിലാണ്. എന്നാൽ നാം സ്വർഗരാജ്യത്തിനായി സ്വർഗീയ കവാടങ്ങൾ കടന്ന് നിത്യജീവൻ കരസ്ഥമാക്കേണ്ടതിന്, ജീവന്റെ ദൃശ്യത്തിൽ നിന്ന് ഭക്ഷിക്കേണ്ടതിനും ജീവജലനദിയിൽ നിന്നും കുടിക്കേണ്ടതിനും അവകാശികളായി തിരഞ്ഞെടുത്ത നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വിശുദ്ധ ജീവിതം നയിച്ച് അനീതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന് സ്തോത്രം. ഇനി ആരാണ്? നായ്ക്കൾ. ആരൊക്കെയാണ് കടക്കാത്തത്? നായ്ക്കൾ എന്നെ വളഞ്ഞു. അതല്ല, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും. ക്ഷുദ്രക്കാർ, രണ്ടാമത്തെ ഭാഗമാണ് ക്ഷുദ്രക്കാർ. എല്ലാവരും കുറിച്ച് പറയാൻ നേരം കിട്ടുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കാം. ക്ഷുദ്രക്കാരാരാ? ഇപ്പൊ മന്ത്രവാദം ചെയ്യണവര് എന്നാണ് നമ്മുടെ വെപ്പ്, അല്ലേ? മന്ത്രവാദം ചെയ്യുന്നവരാണ് നമ്മുടെ ആഭിചാരം ചെയ്യുന്നവരും ശുദ്രം ചെയ്ത്. അവരുടെ ലക്ഷ്യം എന്താ? അവരുടെ ലക്ഷ്യം തൻ്റെ അടുക്കലേക്ക് ആൾക്കാർ വരണം, തനിക്ക് ദക്ഷിണ ലഭിക്കണം, അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണം, അവർ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യിക്കണം, ആഭിചാരക്രിയകൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. തങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കേണ്ടതിന് അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നം വയ്ക്കുന്നവർ എന്ന പേരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നവരാണ് അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ക്ഷുദ്രക്കാർ. പക്ഷെ ആത്മീയ നിലവാരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് നിൽക്കട്ടെ, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഗലാത്യ ലേഖനത്തില് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ക്ഷുദ്രക്രിയ എന്ന് പറഞ്ഞാൽ മയക്കിയെടുക്കുക. ഇപ്പോ വശീകരണ യന്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷൻ ലഭിക്കുവാൻ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ലഭിക്കുവാനായിട്ട് വശീകരണ മന്ത്രങ്ങളൊക്കെ ജപിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. സഭയിലുള്ളവരുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഏലസ് ധരിക്കുക, മോതിരം ധരിക്കുക, എന്താ ഇഷ്ടപ്പെട്ടത് ലഭിക്കുവാനായിട്ട്. അങ്ങനെ തങ്ങളുടെ കൈവശം തങ്ങളുടെ ഉപദേശത്തിനനുസരിച്ച് ആൾക്കാരെ കിട്ടാൻ വേണ്ടി ക്ഷുദ്രപ്രയോഗം എന്ന് പറഞ്ഞാൽ ദുരുപദേശം പരത്തി, ദൈവം ആഗ്രഹിക്കാത്ത കാര്യം വചനത്തിലുണ്ട് എന്ന് പറഞ്ഞു പരത്തി ജനത്തെ തങ്ങളുടെ കൈവശം മയക്കിയെടുത്ത് വെക്കുന്നവരാണ് ക്ഷുദ്രക്കാർ എന്ന ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്. മറ്റവരും പെടും കേട്ടോ. ആര്? മന്ത്രവാദികളും അവരൊക്കെ പെടും. പക്ഷെ ദൈവത്തിന്റെ സഭയെ പഠിപ്പിക്കണമെങ്കിൽ ക്ഷുദ്രക്കാർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വചനം ഞാൻ കാണിച്ചു തന്നല്ലോ. ആരാണ്? ഗലാത്യരെ മയക്കുന്നതുകൊണ്ടാ? യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ളതാണ് നീതീകരണം, കർമ്മത്താലുള്ളതല്ല. കർമ്മത്താലല്ല നീതീകരണം, പക്ഷെ കർമ്മത്താലാണ് നീതീകരണം എന്ന് പറഞ്ഞ് ഗലാത്യക്കാരെ പരിച്ഛേദനം ചെയ്യിക്കുവാനായിട്ട് നിർബന്ധിക്കുന്ന, ദൈവത്താൽ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവരുടെ ഉപദേശത്തിനനുസരിച്ച് ആൾക്കാരെ മയക്കി അവരുടെ കസ്റ്റഡിയിൽ അവരെ നിർത്തുന്നു. അവര് അപ്പൊ നായ്ക്കൾ, ക്ഷുദ്രക്കാർ, പിന്നെ ദുർനടപ്പുകാർ എന്നുള്ളതിന് മറ്റു തർജ്ജമയിൽ വ്യഭിചാരം. എന്താ? വ്യഭിചാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്. അപ്പൊ നമ്മുടെ
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ വ്യഭിചാരികളോട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന ദുർനടപ്പ് വിട്ടോടുവിൻ എന്നുള്ള വാക്യം ഉണ്ടായില്ല? ഒന്ന് കൊരിന്ത്യ ലേഖനം വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. അത് എത്രയാ വാക്യം? 18. 6:18. അപ്പൊ ഇതില് സത്യദിവസത്തിൽ എന്താ 6:18? ദുർനടപ്പ് വിട്ടോടുവിൻ. അത് വായിച്ചില്ല. ദുർനടപ്പിനോട് അടുക്കാനാണോ പറയണത്? ദുർനടപ്പ് നീതിയാണോ? ദുർനടപ്പ് അനീതിയാ. വ്യഭിചാരം എന്നത് അനീതിയാണ്. തങ്ങളുടേതല്ലാത്ത ഒരവകാശത്തിലേക്ക് നാം കടന്നു കയറി ചെല്ലുമ്പോൾ അത് അനീതിയാണ്. വ്യഭിചാരമായാലും മോഷണമായാലും മറ്റുള്ളവരുടെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനീതിയാണ്. അവനവന്റെ ഭാര്യമാരോടൊത്ത് വസിക്കുന്നത് മതിയാകാതെ മറ്റുള്ളവരുമായി പ്രാപിക്കണമെന്നുള്ള ചിന്ത, അശുദ്ധ ചിന്ത വിലച്ചു പുലർത്തുന്നവരോട് പറയുക, ഇതിൽ നിന്ന് വിട്ട് ഓടുവിൻ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല അനീതിയിൽ നിന്നും വിട്ട് അകന്നുകൊള്ളട്ടെ. ദൂരെ പൊക്കോണം സകല നീതിയിൽ നിന്നും. വ്യഭിചാരത്തിൽ നിന്നും ഓടണം. ഓടിയില്ലേ പഴയ നിയമത്തിലൊരു മനുഷ്യൻ? പോത്തിഫറിന്റെ ഭാര്യയുടെ ആ ജോസഫിനെ പ്രാപിക്കണമെന്ന് വിചാരിച്ച് ജോസഫിന് ഒരു ദിവസം ജോസഫ് വിളപിടിക്കുന്ന വിചാരിച്ച്, പക്ഷെ ജോസഫിന് അതിലെന്തായിരുന്നു ശ്രദ്ധ? ജോസഫിന് പോത്തിഫറിന്റെ ഭാര്യ സുന്ദരിയായില്ലെങ്കിലും ജോസഫിനെ ദൈവം ഏൽപ്പിച്ച ആ ജോലി ചെയ്യുകയായിരുന്നു ജോസഫ്. പക്ഷേ മറ്റേ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് കടന്നു പിടിക്കണമെന്ന് ഞാൻ കടന്നു പിടിക്കാൻ വെച്ചിട്ട് ജോസഫിന്റെ വസ്ത്രത്തിന്മേൽ കയറി പിടിച്ചു. ജോസഫ് എന്ത് ചെയ്തു? അത് വിട്ടുകൂടി. പഴയ നിയമ വിശുദ്ധനാട്ടാ. ഇവിടെ സാജു ജോൺ മാത്യു പറയാറുള്ളത് പോലെ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന പഴയ നിയമവിശുദ്ധരുണ്ട്, പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പുതിയ നിയമവിശ്വാസികളുണ്ട്. അതിൽ പെട്ടതാണ് ജോസഫ്, അബ്രഹാം, മോശെ. ഇവരൊക്കെ പഴയ നിയമകാലത്തിൽ ജീവിച്ചിരുന്ന പുതിയ നിയമവിശ്വാസികളാണ്. മോശയെക്കുറിച്ച് പറയുന്നു, ഇസ്രായേലിലേക്ക് ധനത്തേക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയതെന്ന് എണ്ണി എന്ത് ചെയ്തു? കഷ്ടം സഹിച്ചു. അപ്പൊ മോശെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പുതിയ നിയമവിശ്വാസിയാണ്. അബ്രഹാം പഴയ നിയമകാലത്ത് ജീവിച്ച പുതിയ നിയമവിശ്വാസിയാണ്. അബ്രഹാം എന്ത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു എന്തിനായി കാത്തിരുന്നു? ഒരു പട്ടണത്തിനായി കാത്തിരുന്നു. സ്തോത്രം. അപ്പൊ ദുർനടപ്പ് വിട്ട് ഓടിയേ പറ്റൂ. ആ ഉദാഹരണം, ജോസഫിന് ഉദാഹരണം എഴുതി വെച്ചതുകൊണ്ടാ നമുക്ക് ഓടാൻ സാധിക്കും. അന്ന് ജോസഫിന് ഓടാൻ സാധിച്ചെങ്കിൽ ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി പ്രാപിച്ചവരായ നമുക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് ഓടിയകലാൻ സാധിക്കുന്നില്ല? അടുത്തത് ഏതാ? വെളിപ്പാട്. കുലപാതകന്മാരും ബിംബാരാധികളും. കുലപാതകന്മാരെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നതിനേക്കാൾ ശരീരത്തിൽ മുറിപ്പെടുത്തി മരണം വരുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിടുന്നവർ. അവർ കൊലപാതകന്മാരാണ്. ശാരീരികമായി കൊല ചെയ്യുന്നവരെ കുറിച്ചല്ല ഇവിടെ കൊലപാതകന്മാർ എന്ന് പറയുന്നത്. അവരും പെടും. ശരീരത്തിൽ ആയുധം കൊണ്ട് മറ്റൊരാളെ മുറിപ്പെടുത്തി കൊല്ലുന്നവൻ ഈ കൂട്ടത്തിൽ പെടും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സഹോദരനെ ഹൃദയത്തിൽ വെറുക്കുന്നവൻ കൊലപാതകനാകുന്നു. 1 യോഹന്നാൻ 3:15. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. സഹോദരനെ പകച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? സഹോദരനെതിരെ എന്തു വേണമെങ്കിലും ചെയ്യാം. അപവാദം പറഞ്ഞു വരുത്താം, കുറ്റപ്പെടുത്താം,
അവനുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുത്താം, അവനുള്ളത് എന്തും നഷ്ടപ്പെടുത്താം. അങ്ങനെയുള്ളവരാണ് ദൈവം വചനം പ്രസ്താവിക്കുന്ന കുലപാതകന്മാർ. അവരും എവിടെ കടക്കില്ല? നിത്യജീവനിലേക്ക് കടക്കില്ല. അടുത്തത് ബിംബാരാധികൾ. ബിംബാരാധികൾ വിഗ്രഹാരാധന. വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നത് എന്താണ്? വിഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഗ്രഹമുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ ഫോട്ടോ, കുരിശോ അല്ലെങ്കിൽ രുദ്രാക്ഷമോ വിഗ്രഹമോ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മരത്തുകൊണ്ടോ അല്ലെങ്കിൽ പടത്തിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കടലാസിൽ പതിച്ചിട്ടുള്ള ചിത്രങ്ങളോ ഒന്നിനു മുമ്പിൽ നമ്മൾ ആരാധിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. പക്ഷേ എഫേസ്യ ലേഖനം പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചു. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പൊ ദ്രവ്യ ആഗ്രഹിയാണ് വിഗ്രഹാരാധകൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്രവ്യം എന്താണ്? ദ്രവ്യം പലതും ആകാം. പൈസയാകാം, സ്വർണമാകാം, വെള്ളിയാകാം, വസ്തുവകകളാകാം. ഇതൊക്കെ ദ്രവ്യത്തിൽപ്പെട്ടതാ. അതിനാഗ്രഹിക്കുന്നതാണ് ബൈബിൾ പറയുന്ന, അതായത് പുതിയ നിയമം സ്പഷ്ടമായി പ്രസ്താവിക്കുന്ന വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? 1 കൊരിന്ത്യർ ലേഖനം 10:14. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിഗ്രഹാരാധന വിട്ടോടുക. ഇപ്പൊ നമുക്ക് ആ വിഗ്രഹങ്ങളൊന്നും വിട്ടോടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കസ്റ്റഡിയിലില്ല. ഇപ്പൊ അതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ വീട്ടിലും ഇല്ല, നമ്മുടെ സ്ഥാപനങ്ങളിലും ഇല്ല, നമ്മുടെ വാഹനങ്ങളിലില്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പേഴ്സിൽ. ഇപ്പൊ ജോഷി ബ്രദർ നാള് ക്ലാസ് എടുത്തപ്പോ ഹിന്ദിക്കാരുടെ ക്ലാസ് എടുത്തില്ലേ? അപ്പൊ അതിലൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചൊന്നും നടക്കണില്ല, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ജോഷി ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവരുടേതായ ഹൈന്ദവ രീതിയിലുള്ള ആചാരങ്ങളുടെ രീതിയായിട്ട് ചില കാര്യങ്ങളുണ്ടായിരുന്നു. പേഴ്സ് വന്നൊക്കെ പേഴ്സിൽ ശിവൻ്റെയോ ഒക്കെ ഇങ്ങനെ പടങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ ജോഷി ബ്രദർ പറഞ്ഞു, ഇതൊക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച കാര്യം നടക്കില്ല, അതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ജോഷി ബ്രദർ. ഒരു പക്ഷേ ഇത്രയ്ക്ക് അടുത്തമായ ഉപദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കാരണം അവരൊന്നും വരാം. എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ച് തർക്കിക്കാനിടയായി. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്ക് വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിന് വേണ്ടിയുള്ളത് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടത് വിശുദ്ധരെയാണ്. ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധരെയാണ് ദൈവത്തിന് വേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു വിശുദ്ധരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭൂമിയിൽ വെച്ച് അങ്ങനെയുള്ള കൂട്ടർ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. 2 വഞ്ചിയിൽ കാലിട്ട് പോകുന്ന പാരമ്പര്യത്തിലും മതത്തിലും മറ്റ് സംഘടനകളും വിശ്വസിച്ച് ഇതിലും നിന്ന് പെണ്ണു പോകുന്നവരൊന്നും ദൈവത്തിനായിട്ട് നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ പലതൊന്നും തുറന്നു പറയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആ വിഗ്രഹമല്ല, ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാധന വിട്ട് എന്ത് ചെയ്യണം? ഓടണം. അത് നമ്മുടെ കയ്യിലുണ്ട്. ഈ ആഗ്രഹം, ദ്രവ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹം, പണത്തെക്കുറിച്ചുള്ള ആർത്തി, വസ്തുക്കളെ കുറിച്ചുള്ള വീമ്പിളക്കല്, ഇതൊക്കെ നമുക്കുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ദൈവജനം എന്ന കണ്ണാടിക്ക് മുമ്പിൽ വരുമ്പോൾ അതുണ്ട്. എനിക്കടക്കമുണ്ട് കേട്ടോ, ഞാൻ എന്നെ മാറ്റി നിർത്തില്ല, എനിക്കുണ്ട്. ഞാൻ എത്ര സമ്പന്നനല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എനിക്കുള്ളതിൽ ഞാൻ അങ്ങനെ അഹന്ത കാണിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിട്ട് എന്ത് ചെയ്യണം? അനീതിയിൽ നിന്നും അകന്നുകൊള്ളട്ടെ. അപ്പോ ദുർനടപ്പ് ഒരു അനീതിയാണ്, അതിൽ നിന്ന് അകന്നുകൊള്ളട്ടെ. വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം ഒരു അനീതിയാണ്. അതൊരു ദ്രവ്യാഗ്രഹം എന്നത് ഒരു വിഗ്രഹാരാധനയാണ്. ആ വിഗ്രഹാരാധന വിട്ട് ഓടട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വിട്ടോടട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് 5:5 പറയുന്നു ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന. ആ ബൈബിൾ അത് അങ്ങനെയാണ് ഉപദേശം കൊണ്ടുപോകുന്നത്. ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന വിട്ടു ഓടിക്കൊള്ളട്ടെ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവര് ഏതിൽ കടക്കില്ല? നിത്യജീവനിൽ കടക്കില്ല. അടുത്തത്, ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അതൊന്ന് വേറെ ഏതെങ്കിലും തർജ്ജമയിൽ വായിക്കാമോ? POC നിന്നോ?
അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അസത്യം, സത്യം ഭോഷ്ക്, നുണ പറയുക, വ്യാജം കാണിക്കുക, വ്യാജം പറയുക, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. നുണ പറഞ്ഞ് ചിലരും നുണ പറഞ്ഞു കേട്ടാലോ ഉള്ള ഹൃദയം പൊട്ടി മരിക്കും. എന്ത് ചെയ്യും? വിശ്വാസികളായി നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ പലരും ചെയ്യുന്നുണ്ട്. ബൈബിൾ കയ്യിലെടുത്തിട്ട് ബൈബിളെന്ന് സത്യം വെച്ച് പറയും, സത്യം ചെയ്യും ബൈബിൾ, പക്ഷെ നുണയെ പറയുന്നത് പച്ച നുണ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിത്യജീവനിലേക്ക് കടക്കില്ല. അപ്പൊ നിത്യജീവനിലേക്ക് ആരൊക്കെ കടക്കും, ആരൊക്കെ കടക്കില്ല എന്നൊക്കെ വിശദമായിട്ട് പറയാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ കുറിവാക്യമായി വായിച്ച ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചോട്ടെ. കുറിവാക്യമായി വായിച്ച ആ വചനം ഒരിക്കൽ കൂടി വായിച്ചോട്ടെ. 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നെന്ന് പറയുന്നതിന് പകരം ഞാൻ കർത്താവിനുള്ളവനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ സകല നീതിയിൽ നിന്നും അകന്നുകൊള്ളട്ടെ. ഒന്നും കൂടി ഫോഴ്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിട്ടോടണം. വളരെ എത്ര ദൂരം പോകാമോ അത്ര ദൂരം പോകണം. ഇപ്പൊ ഒരു ബോംബൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പൊട്ടാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മള്? നോക്കിയിട്ട് പൊട്ടിയിട്ടൊക്കെ പോവാം, നോക്കിയിട്ട് പോകാൻ ചിലപ്പോൾ ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുവോ? ഓടും. ബസ്സിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ട്, ട്രെയിനിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓടും. അതേപോലെ ഓടിക്കൊള്ളണം. അവര് തങ്ങളുടെ ശരീരം രക്ഷിക്കാൻ ഓടുന്നത്, പക്ഷെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ഓടുന്നത്. നമ്മുടെ സകല അനീതിയിൽ നിന്നും വിട്ടോടേണ്ടത് എന്തിനാണെന്നറിയോ? നമ്മുടെ ആത്മാവിന് നഷ്ടപ്പെടാൻ പോകുന്ന നിത്യജീവനെ ഓർത്തിട്ടാണ് നാം ഇതിൽ നിന്ന് ഓടി അകലേണ്ടത്. നമുക്ക് നിത്യജീവന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്ര കാലം ജീവിക്കും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് നാം ഒരുപക്ഷെ കർത്താവ് വരുന്നതിന് മുമ്പ് നാം ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം. പക്ഷേ അവൻ വരുമ്പോൾ, അന്ത്യകാഹളം ധനിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ അകമ്പടിയോടുകൂടി വരുമ്പോൾ, അപ്പോഴാണ് നാം മരിച്ചിട്ട് മൺമറഞ്ഞ് കിടക്കുകയാണെങ്കിലും നമുക്കൊരു അമർത്യമായ ഒരു ശരീര ദൈവം നമുക്ക് തരും. അതാണ് പ്രിയപ്പെട്ട ഒരു രൂപാന്തരം. പൗലോസ് പറഞ്ഞില്ലേ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ വല്ല വിധീനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് രൂപാന്തരം പ്രാപിക്കണം എന്ന് വെച്ച് ഇതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. വല്ല വിധേനയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അത് അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന്. നമ്മളെ പരിശുദ്ധാത്മാ ദൈവം തന്നിട്ടുണ്ട്, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മൾ വന്നാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആള് മാറിയവനെ പോലെയാവും. ഈ ഇരിക്കുന്ന ആൾക്കാരാവില്ല. ആരും നമ്മളെ ഉദ്ദേശിച്ചതിന്റെ കാര്യമില്ല നന്നാവാൻ വേണ്ടിയിട്ട്. അതനുഭവിച്ചറിയാൻ ശ്രമിക്കും പൗലോസിനെ പോലെ. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും? പുനരുദ്ധാനത്തിന്റെ ശക്തിയോടൊപ്പം എന്ത് വരും? കഷ്ടങ്ങൾ ചിലപ്പോൾ കടന്നു വരാം. പക്ഷേ ഈ ശക്തി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ, അതിനെ മറികടക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തി ഏതിൽ നിന്ന് കിട്ടും? പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് പുനരുദ്ധാനത്തിന്റെ ശക്തി ഈ നാളുകളിൽ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ നമുക്ക് സകല നീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. കർത്താവിനുള്ളെന്ന്, ഞാൻ കർത്താവിനുള്ളവനാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. നമുക്ക് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിശാചിനുണ്ട്, പിശാചിന് പോടാ, ഞാൻ കർത്താവിനുള്ളവനാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അതൊരു ശുശ്രൂഷ വിഷയമാണ്. അത് പിന്നെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ദിവസം പറയാം. അത് പുരോഹിത ശുശ്രൂഷയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് കൂടുതൽ വെളിപ്പെടുത്തലൊക്കെ തരേണ്ടതിനായിട്ട് എനിക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഗോപുരങ്ങൾ കൂടി കടക്കേണ്ടതിന് തങ്ങളുടെ അസ്ത്രമലയ്ക്ക് നമ്മുടെ വിശുദ്ധരല്ലെങ്കിൽ വിശുദ്ധരാകുക. എന്തെങ്കിലും ഒരു ബലഹീനത മൊത്തം ഒരു അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല, അത് വിശുദ്ധി പ്രാപിക്കുക, കർത്താവിൽ ആശ്രയിക്കുക.
എന്നിട്ട് കർത്താവിനുള്ളവനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ നീതിയിൽ നിന്നൊഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുക. ദൈവമായ കർത്താവ് അതിനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.